യാനു മതി മതി ഇങ്ങോട്ട് തിരിഞ്ഞ് ആ നടക്ക് നടക്ക് അങ്ങനെ നടന്നോ. കാണിച്ചേ അമ്മാമ്മയുടെ കണ്ണാടി വേണ്ട. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് നിഖിൽ. അപ്പോൾ കിച്ചു ആണ് സാധാരണ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇന്ന് കിച്ചു ഇൻട്രൊഡക്ഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം കിച്ചു ഒരു ഹലോ പറഞ്ഞാൽ മനസ്സിലാവും. പറയ് കിച്ചു. അപ്പോ നമ്മുടെ ഈ ആനുവിന്റെ ബർത്ത്ഡേ സൗണ്ട് പോയേക്കാണ് എന്റെ. ഓക്കെ. അപ്പൊ ഈ ആനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നാളെ സ്കൂളിലേക്ക് കളർ ഡ്രസ് ഇട്ട് പോണെന്നാണ് അവൻ പറയുന്നത്. നല്ല ബർത്ത്ഡേ ആയിട്ട് ഞാനൊരു മുഖമൊക്കെ ഭംഗിയായിട്ടുണ്ട് കേട്ടാ. ഞാൻ ചുണ്ട് കാണിച്ചു കൊടുത്തടാ. ചിരിച്ചേ കണ്ടാ ചുണ്ട് എന്തിട്ട് പറ്റിയടാ ഞാൻ ചുണ്ടത്ത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ. എങ്ങനെയാടാ അതിനെടുത്ത് എങ്ങനെയാടാ അതിനെടുത്ത്. ഈ ആനു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് ബർത്ത്ഡേക്ക് ഈ ആനുവിനെ നാളേക്ക് ഉള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. കളർ ഡ്രസ്സാണ്. അപ്പൊ ഞങ്ങള് ഡ്രസ്സ് വാങ്ങാന്ന് വിചാരിച്ചു. ഡ്രസ്സ് വാങ്ങാൻ വന്നേക്കാണ്. പിന്നെ ഞാനും ഫ്രണ്ട്സിനൊക്കെ മിഠായി കൊടുക്കുന്നുണ്ട്, ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോക്ലേറ്റ് വാങ്ങണം. പിന്നെ ചെറിയൊരു വീട്ടില് ചെറിയൊരു അത് ബർത്ത്ഡേ അപ്പൊ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ രീതിയിൽ നമ്മൾ ചെയ്യണതല്ല. നമുക്കിപ്പോ നമ്മുടെ ഒരു ക്ലോസ് കസിൻ എന്താ പറയാ മാരീഡായി. അപ്പൊ അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം വീട്ടിലേക്ക്. അപ്പൊ ഇതിനൊപ്പം അതും കൂടെ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. അതും കൂടെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവരത് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നില്ല. ഇന്ന് അറിയാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ഞങ്ങളിപ്പോ ഇൻട്രോ എടുക്കുന്നുണ്ട്. അവർക്ക് നാളെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അവരുണ്ടാവില്ല. ഞങ്ങള് മാത്രം വെച്ച് ഫുഡൊക്കെ വെച്ച് ഞങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവന് നല്ല ഡ്രസ്സ് കിട്ടുമോ നോക്കട്ടെ. അമലിനെയും ഒരു ഡ്രസ്സ് നോക്കണം അല്ലെ. അമലിനെയും ഒരു ഡ്രസ്സ് നോക്കണം. അപ്പൊ നാളെ അല്ല അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. മാക്സിക്ക വന്നേക്കാം നോക്കാം. നീലു അപ്പൊ അതേ ഈ ആനുവിന്റെ കോസ്റ്റ്യൂം ഇപ്പൊ കാണണ്ട. അവന് ഉറങ്ങായിരുന്നു സ്കൂളിൽ വിട്ട് വന്നിട്ട്. അപ്പൊ അങ്ങനെ തന്നെ എടുത്തോണ്ട് വന്നതാണ്. ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ബില്ല് കൊടുക്കണ്ട. എനിക്കും ഒരു ഷർട്ട് എടുത്തു. അപ്പൊ ഞാനും ഡ്രസ്സ് എടുത്തതിന്റെ ഒരു സന്തോഷത്തിലാണ് കാട്ടിക്കൂട്ടുന്നതൊക്കെ. പിന്നെ ഞാനൊന്ന് സ്വീറ്റ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ സ്കൂളിലോട്ട് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ബേക്കറിയിലോട്ട് വന്നേക്കണം. അപ്പോൾ നൂനും കൂടെ വീട്ടിൽ നിന്ന് പോയിട്ട് പിക്ക് ചെയ്തിട്ട് വന്നു. അവൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളിവിടെ പോരാൻ മേരെ വായിച്ചായിരുന്നു. അപ്പോൾ നൂനും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ എന്തോ ചിപ്സ് പോലെ എന്തോ സാധനം നോക്കിയപ്പോൾ ആ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ഇഷ്ടമൊന്നുമല്ല. എന്നാലും ആ ചേട്ടൻ കൊടുത്തേ ഒരു പീസ് കടിച്ചു. അടുത്ത ദിവസം രാവിലെ കിച്ചുവിന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാനും മാത്രം ഉണ്ടായിരുന്നുള്ള പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ അവൻ മുത്തൂത്തിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നിൽക്കുന്നൊരു ഇതാണ് കാണുന്നത്. ഞാൻ എങ്ങടെ വന്നേണ എവിടെ വന്നാണ് ഞാനും കുർബാനിക്കാണോ? കുർബാനിക്ക് എവിടെ വന്നേണ്? പേരെന്നിട്ട് സ്ഥലത്തിന്റെ പേര് എവിടെ? പള്ളി ഡോംബോക്കോ. പ്രാർത്ഥിച്ചാ? എന്നിട്ട് പ്രാർത്ഥിച്ചേ? എന്നിട്ട് പ്രാർത്ഥിച്ചേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു എന്ന് പറ. ഓക്കെ. പഠിക്കണ സ്കൂളിൽ പഠിക്കണ സ്കൂളിൽ ഞാൻ കുർബാനയ്ക്ക് വന്നാണ് ഡോംബോക്കോല്. അല്ല എൻ്റെ സ്കൂൾ ഇതാ ഇവിടെയാണ് കേട്ടാ. ഞാനൊന്നും മിഠായി കൊണ്ട് വരില്ല ഇങ്ങോട്ട്. മിഠായി കൊണ്ട് വരില്ലടാ. മിഠായി കൊണ്ട് വരില്ലേ എന്ന്. ഞാനിന്ന് മിഠായി കൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പോണേ സ്കൂള് തുറക്കുമ്പോ. ഹലോ. അപ്പൊ നമ്മള് ഈ ആനുവിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നേക്കാട്ടോ. അപ്പൊ ഇതാണ് ഈ ആനുവിന്റെ ബർത്ത്ഡേ ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ആനു സ്കൂളിൽ പോകുന്നത്. ഫുൾ ഡ്രസ് കാണിച്ചുതരാം. ഈ ആനു ഇന്ന ടീച്ചർ എല്ലാരും വിഷയം ഈ ആനു എന്തിനാ പറയാ? ഫ്രണ്ട്സ് അങ്ങനെ സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാൻ സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. രാവിലെ പള്ളി പോണെന്ന് പറഞ്ഞതാണ് ആള്. പള്ളി പക്ഷേ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പൊ അത് കാരണം പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ചേട്ടനെല്ലാം എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്തു.
ദൈവമേ ഓക്കെ അപ്പൊ എന്റെ സ്കൂളിൽ വെച്ച് കാണാം. ഇതാണ് എന്റെ സ്കൂൾ എന്ന് പറയും. ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്ക് അങ്ങനെ നടന്നോ. അപ്പം ഞാൻ നേരെ ജോലി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിൽ കയറി. ഞാൻ ജോലിയും തിരിച്ചു വരുന്ന സ്ഥലത്തുള്ളൊരു കടയാണത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം തികയില്ലെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു കട കണ്ടപ്പോൾ ഞാനവിടെ കയറി. അപ്പോൾ എനിക്ക് ഞാനും ഇഷ്ടമുള്ള 1-2 സാധനം ഞാനവിടെ സ്പോട്ട് ചെയ്തായിരുന്നു. ആക്ച്വലി 2 പേരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അമലുവിൻ്റെയും ഇയാനുവിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അമലുവിന് ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് പോലെ എന്തെങ്കിലും കൊടുക്കാൻ തന്നെ വിചാരിക്കണേ. കാരണം അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇയാനുവിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് കൊടുത്താലും സന്തോഷമായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇയാനുവിന് ചെറിയൊരു ടോയ് പോലെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ കേക്ക് കളക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് ഒട്ടും ആൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇയാനും. അപ്പോൾ കേക്ക് കട്ടിങ് മാത്രമാണ് ആൾ വിചാരിച്ചേക്കണേ. ആളെ മനസ്സിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കുക, മിഠായി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഞാനുണ്ട് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കേക്ക് കളക്ട് ചെയ്യാം. നോന ആരുടെ ബർത്ത്ഡേ നോന? പ്രാവിനിങ്ങനെ ഓടിക്കാൻ നോന? നോന കാണിച്ച് അമ്മാമ്മയുടെ കണ്ണാടി ഉള്ളവർക്ക് വേണ്ട. ഞങ്ങൾ ഇയാനു പറഞ്ഞതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. കാരണം ഇയാനുവിനെ സംബന്ധിച്ച് ഞാൻ ഇച്ചിരി വെഗിളിയാണ്. ചിലപ്പോൾ ഈ ഭംഗിയിൽ ചിലപ്പോൾ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾക്ക്. നല്ല അടിപൊളിയാണ് കേക്ക്. സ്പൈഡർമാൻ കേക്ക്. ഗൈസ്, അപ്പൊ ഇയാനും ഇവിടെ ഇല്ല. അപ്പുറത്തെ വീട്ടില് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയി. ഗിഫ്റ്റ് അല്ല, അവന്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് കൊടുക്കാൻ പോയി. അപ്പൊ ഇയാനും അറിയില്ല ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തേക്കണം. അപ്പൊ ഇയാനും പോയേ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം. ഇയാനും എന്റെ ചോദിച്ചു ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഗിഫ്റ്റ് മേടിക്കുന്ന കാര്യം ആരോ പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഗിഫ്റ്റ് ഒന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യണം. അപ്പൊ കേക്ക് വന്നില്ലേ ചോദിച്ചു. കേക്ക് വന്നിട്ടില്ല, ചേട്ടൻ കൊണ്ടുതരുന്നു പറഞ്ഞു. അപ്പൊ ഇതൊന്നും ആൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ അവനെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവന്റെ റിയാക്ഷൻ വീഡിയോ എടുക്കും. നെട്ടോ കിട്ടില്ലെന്ന് അറിയില്ല. എന്തായാലും അവനെ അഭിനയിക്കാൻ അറിയില്ല. പക്ക റിയാക്ഷൻ വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് അവനെ പോയി കൊണ്ടുവരാം. അപ്പൊ അമ്മയിലാണ് അവനെ പോയി കൊണ്ടുവരാൻ വേണ്ടി. അമ്മ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. നമ്മള് ഞാനൊരു ടോയ് മേടിച്ചിട്ടുണ്ട്. ടോയ് അജിയുടെ സ്പോൺസറിങ് ആണ്. അപ്പൊ അജി എന്ന് പറഞ്ഞാൽ ജീവനാണ് അവർക്ക്. അപ്പൊ അജി അവിടുന്ന് ഒരു അവിടുന്നല്ല ടോയ് മേടിക്കുന്ന വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ ആളാണ് എനിക്ക് അതിനൊരു പൈസ തന്നെ. അപ്പൊ ടോയ് ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും സെറ്റ് ആക്കി വെക്കുന്നത്. അപ്പൊ കാറിൽ വെച്ചേക്കണം. ടോയ് കൂടെ എടുത്തിട്ട് വരാം. അമ്മല് പോയിട്ട് ഞാനും വിളിച്ചിട്ട് വരും. ഓക്കെ. അപ്പൊ ഇത് ഒന്നും കൂടെ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അറേഞ്ച്മെന്റ്സ്. പപ്പയുടെ വക പുതിയ ഡ്രസ്സൊന്നും പോയേക്കാം. കൂറ വേഷത്തിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറ്റണം. നോര് ഭയങ്കര ബെറ്ററാണ്. അവർക്ക് ബലൂണൊക്കെ പറക്കാണ്ട് ഭയങ്കര വിഷമത്തിലാണ്. പിയാനോയുടെ റിയാക്ഷൻ വീഡിയോ കാണാം. വിശക്കുണ്ടാവും. സ്പൈഡർമാൻ ഇഷ്ടായ? അല്ല നീണ്ടാ ഈ കേക്ക് മുറിക്കോ? നീ അമ്മ പേപ്പറിലൂടെ മുറിക്കണം കേട്ടാ. എങ്ങനെ കയറിപ്പോണ്ടേ? ഡ്രസ് മാറി നല്ല ഡ്രസ് ഇട്ട് വേണം മുറിക്കാൻ. എല്ലാവരും നല്ല ഡ്രസ് ഇട്ട് തരാൻ വേണ്ട. ഞാനും
പാപ്പന്റെ വക ഞാനാണ് ക്യാഷ് അവാർഡ്. ഗിഫ്റ്റ് ആ കൊടുക്ക് തുറക്ക്. ആ ഞാനൊരു ഗിഫ്റ്റ് ഇട്ടാ പേപ്പറിന്റെ വകയുള്ള ഞാനൊരു ഗിഫ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് അഗിയുടെ വകയുണ്ടാ. അഗിയുടെ ഞാൻ ഇഷ്ടായ ഫ്രണ്ടിലേക്ക് ഓടിക്കടാ. ആക്സിഡന്റ് ആയാലും കുഴപ്പമില്ല എന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനാണ് ഈ വീഡിയോ ഹോസ്റ്റ് ചെയ്തതിന്. അതിന് പ്രത്യേകിച്ച് കാരണം സൗണ്ട് അതെ. അപ്പോ എന്താ പറയാ ഇതാക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഫുഡിനും കൂടി ഉണ്ട്. പിള്ളേരുടെ സാധനം അങ്ങോട്ടും കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ എന്തായാലും ഇനി ഇവരുടെ തല്ല് തീർക്കട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.